അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് പനിക്കൂർക്ക ഫ്രൈയും പിന്നെ നമ്മുടെ നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയുമാണ്. അപ്പം ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓടി വാ എല്ലാവരും. ഒരാളിവിടെ എൻ്റെ തോട്ടത്തിൽ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് പരിപാടിയാണോ എന്തോ. എൻ്റെ തോട്ടമല്ലേ, ഇതെൻ്റെ കൊച്ചു ഗാർഡൻ ഏരിയയാണ് കേട്ടോ ഞാൻ പിടിപ്പിച്ചോണ്ട് വരുന്നത്. എന്ത് ചെയ്യണ്ട ഇവിടെ ഇത് കുറച്ചെടുത്താ, ഇതെന്തിനാ കുറച്ചെടുത്താ? ഇത് 4 മണി സ്നാക്സ് ഉണ്ടാക്കാൻ പുതിയൊരു ഐറ്റം ഉള്ള പനിക്കുറുക്ക് എല്ലാം പറിച്ചെടുത്ത് ഇവിടെ കാണിച്ചേ നോക്കട്ടുണ്ടാന്ന് അതിനകത്ത്. സോറി, പറിച്ചെടുത്ത് കുറച്ച് നാളായിട്ട് സേവ് ചെയ്ത് വെച്ച ഒരു സെക്കൻഡ് വീഡിയോ ആണ് ഇത് കൊണ്ടുള്ള ഒരു സ്നാക്ക്. കൊള്ളാം. എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതല്ലേ. എന്നാലും എന്റെ പനിക്കൂർക്ക മൊത്തം നശിപ്പിച്ച്. എന്റെ പനിക്കൂർക്കകളെ ഇത് കണ്ടോ, കുഞ്ഞാപ്പി വളർത്തിക്കൊണ്ടു തന്നെ ചട്ടിക്കകത്ത്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, ഏറ്റവും കൂടുതൽ തിന്നുന്നത് പുള്ളിക്കാരിയായിരിക്കും, അത് വേറെ കാര്യം. എന്തായാലും ഞാൻ എന്നോട് പറയാതെ പോലും ഞാൻ പുറത്തിറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന്. എന്തോ അടവിനാണ് ഇറങ്ങിയെന്ന് മനസ്സിലായിരുന്നു പുറത്തോട്ട്. ഞാൻ ഓർത്ത് ഇനി പപ്പറേ അല്ല വെച്ച പോലെ ഇനി കമ്മ്യൂണിസ്റ്റ് വെച്ചേ ഇംഗ്ലീഷ് പത്തലോ എല്ലാം പറിക്കാമെന്നാണെന്നാ വിചാരിച്ചത്. എന്തായാലും കൊള്ളാം. അപ്പൊ നമ്മുടെ പനിക്കൂർക്ക ഇല കഴുകിയെടുക്കണത് ഇത്രയും പനിക്കൂർക്ക നീ പറിച്ചെടുത്തല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ മിക്സ് തയ്യാറാക്കാനായിട്ട് കുറച്ച് മൈദാപ്പൊടി എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു മേമ്പൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പൊ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പനിക്കൂർക്ക ഇല നമ്മൾ ഇങ്ങനെ നമ്മുടെ മൈദയും മറ്റ് സ്പൈസസ് ഒക്കെ ഇട്ട് വെച്ച പൊടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കൂർക്ക ഇലയൊക്കെ പിള്ളേർക്ക് നമ്മൾ ജ്യൂസാക്കിയും ഷേക്കാക്കിയും പിന്നെ നമ്മൾ വാട്ടിപ്പിഴിഞ്ഞും ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്തും വെള്ളം തിളപ്പിച്ചും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് കഫക്കെട്ടൊക്കെ മാറാനായിട്ട് നല്ലതാണ്. ചുമയും കഫക്കെട്ടും പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാകുന്ന പിന്നെ ഈ മറ്റേ ശ്വാസം മുട്ട എന്നാണ് ശ്വാസം മുട്ട, ഈ കുറുങ്ങൽ, അത് തന്നെ, അതൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ ഈ സംഭവം നല്ലതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എപ്പോഴും നമുക്കൊരു പനിക്കൂർക്കയുടെ ചെടി വളർത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം പനിക്കൂർക്ക എന്ന് പറയുന്നത് പെട്ടെന്ന് പിടിക്കും. ഞാനിപ്പോൾ കൊണ്ടുവച്ചിട്ട് അധികം ആയില്ലല്ലോ, പക്ഷെ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പം എണ്ണ ഒഴിക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ എന്താണ് ഇതിൻ്റെ പേര്, പനിക്കൂർക്കയുടെ സംഭവം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ ശ്രീജ. അല്ലേ ആയനാ ആൾക്കാർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മളിതുവരെ കഴിക്കാത്തത് കൊണ്ട് എനിക്കാണെങ്കിൽ ടേസ്റ്റ് ബഡ് ഭയങ്കര ഉള്ള ആളാണ്. ഈ ടേസ്റ്റുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ പപ്പരയുടെ തോരൻ. ഞാൻ പപ്പര നല്ല പപ്പരയുടെ ഇലയൊക്കെ ഗുണമുള്ള സാധനമാണ്. അത് ഓവറായിട്ടുള്ളത് കൈപ്പയില്ലേ. പക്ഷെ പപ്പരയുടെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അത് ചേട്ടായി എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു ചേട്ടായി. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ എന്തുവാണ് പനിക്കൂർക്കയില ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ശ്രീജ എന്നെ കാപ്പി വെക്കാൻ ഏൽപ്പിച്ചതാണ്. ഞാൻ സത്യം പറഞ്ഞ കാര്യം മറന്നുപോയേ. അപ്പോൾ അവൾ തന്നെ സ്വന്തമായിട്ട് കാപ്പി അവൾ തന്നെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അവൾ തന്നെ ചെയ്യേണ്ടി വന്നേ. ഞാൻ നൈസായിട്ടൊന്ന് മാറിക്കളഞ്ഞതാണ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞ കാര്യം വിട്ടുപോയി. കൊള്ളാം. ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ശ്രീജ ഇത്രയും ആക്കിയല്ലേ. കാപ്പി തിളപ്പിച്ച കാപ്പിയും നമ്മുടെ പനിക്കൂർക്ക വറുത്തത് പുളി നൈസ്. ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ശ്രീജ പനിക്കൂർക്ക ബജിയും കട്ടക്കാപ്പിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പാവം, എനിക്ക് സങ്കടം വന്നു കേട്ടോ. കാരണം ചായ വെക്കാൻ എന്നെയായിരുന്നു ഏൽപ്പിച്ചത്. അത് ഞാൻ ഓർക്കാതെ പോയതുകൊണ്ട് പുള്ളിക്കാരി തന്നെ അതും ചെയ്യേണ്ടി വന്നേ. അങ്ങനെ നല്ല ചൂട് കട്ടൻ കാപ്പിയും നമ്മുടെ ബജിയും റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ പിള്ളേർ പുറത്തുനിന്ന് കളിക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ അവരെ വിളിച്ച് ടേസ്റ്റൊക്കെ ചെയ്യിച്ചു. അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട്.